ലൈവിൽ ഇപ്പോൾ വീണ്ടാമതും നമ്മുടെ ഷാനവാസും അക്ബറും ബിഗ് ബോസിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ചെയ്തിരിക്കുന്നത് ഈ ക്ലാസ്സിൽ കിടന്ന അലമ്പ് കാണിക്കുന്ന കുറെ പേരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുക എന്ന് പറയത്തില്ലേ, അതാണ് ബിഗ് ബോസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഈ സീസണിലാണ് ഇങ്ങനെ ഇത്ര ഇതായിട്ട് ഒരു കൊച്ചു കുട്ടിയെടുത്ത് വഴക്ക് പറയുന്ന ഒരു കൊച്ചു കുട്ടിയെ ശാസിക്കുന്ന കണക്ക്. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ എന്താ മിണ്ടുന്നത്? ഞാൻ മിണ്ടിയിട്ട് മിണ്ട് എന്നൊക്കെ കിടന്ന് കെഞ്ചുവാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ ഒന്ന് പേടിക്കണ്ടേ? ഇവർക്കൊരു പേടിയില്ല. ബിഗ് ബോസ് നിർത്തടാ എന്ന് പറയുമ്പോൾ ഷാനവാസും അക്ബറും അങ്ങോട്ടും ഇങ്ങോട്ടും നീ എൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ടല്ലേ, നീ എന്തിനാ ചീത്ത വിളിച്ചതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഈ ലൈവിൽ നടന്ന ഒരു ചെറിയൊരു വഴക്കുണ്ടായിരുന്നു. അത് ചെറുതായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് വേറൊന്നും കൊണ്ടല്ല. ഈ ചീത്ത വിളിയും അതുപോലെ മിഡിൽ ഫിംഗർ കാണിപ്പും ഒക്കെ ഇവിടെ ഇപ്പം സ്വാഭാവികമാണ്. അപ്പോൾ മസ്താനി റെനയും തമ്മിൽ ഉണ്ടായ വഴക്കിന്റെ ഇടയിൽ അക്ബർ കയറി നീ ചീത്ത വിളിക്കുന്ന എന്തിനെന്ന് പറഞ്ഞ് കയറി ചൂടാവുന്നുണ്ട്. അപ്പം ഇതാരാ ഈ പറയുന്നേ എന്ന് ചോദിച്ചിട്ട് ഷാനവാസ് കയറി ഇടപെടുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇടപെടുമ്പോൾ നമ്മുടെ അനീഷ് ഇടയ്ക്ക് വന്നിട്ട് ഷാനവാസിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും അതിന് ആ കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ വഴക്കിന്റെ ഇടയിൽ ഇവർ രണ്ടുപേരും വഴക്കടിച്ച ഒരു പ്രശ്നമുണ്ട്. അക്ബറും ഷാനവാസും വഴക്കടിച്ചു കഴിഞ്ഞാൽ കൈ രണ്ടും പിന്നി കെട്ടിയിട്ട് ഈ നെഞ്ചങ്ങോട്ട് വിരിച്ചു വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തള്ളലുണ്ട്. ഇതിപ്പം ആദ്യമായിട്ടല്ല, ഇതിപ്പം പലതവണയായിട്ട് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 2 ദിവസത്തിന് മുന്നേ ഇതേ കണക്ക് ബിഗ് ബോസ് ഇവരെ രണ്ടുപേരെയും തന്നെ കൺഫെഷൻ റൂമിൽ ഇതുപോലെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരെയും ഇനി അങ്ങോട്ട് വിടുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. കാരണം കുറെ നേരം കൊണ്ട് ഇതെന്താ ബിഗ് ബോസ് ഒന്നും മിണ്ടാത്ത, ഇവരെ പറഞ്ഞു വിട് എന്ന് കരുതിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഒന്നും നടന്നില്ല. രണ്ടുപേരെ അവിടെ പിടിച്ചിരുത്തി ബിഗ് ബോസ് ഇപ്പം മിണ്ടാതിരിക്കുകയാണ്. അവർ രണ്ടുപേരും ഇപ്പം അടുത്തു അവിടെ ഇരുന്നിട്ട് അവരും മിണ്ടാതിരിക്കുകയാണ്. ഇനി എപ്പോൾ വിടുമെന്ന് അറിയത്തില്ല. പുറത്ത് ഇതേ സമയം മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. അവിടെ ഈ ജിഷൻ വന്നിട്ട് എന്തോ ഒരു പത്തിരി, ഒരു ചെറിയ പത്തിരി പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതെന്തോ തിന്നുന്ന സംഭവമാണ്, എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അതിങ്ങനെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അനീഷിന് ഇന്ന് വേറൊരു ചെറിയ പണി കിട്ടിയെന്ന് വെച്ചാൽ അനീഷ് ഒരു സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു ഒറ്റ സീറ്റ് ഉണ്ടല്ലോ, ആ ഒരൊറ്റ സീറ്റ് ഇന്ന് 100 കയറിയിരുന്ന് ആ ഒരു പിണക്കത്തിൽ, ആ ഒരു പ്രശ്നത്തിൽ അനീഷ് മാറിപ്പോയി ഇരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു നോർമൽ കാര്യമാണ്. കാരണം അനീഷ് അങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനീഷിനെ വട്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും ഇതനുസരിച്ച് കൂടെ നിൽക്കുകയും ചെയ്യും. പക്ഷെ അനീഷ് ഒരു പൊടി അനങ്ങുന്നില്ല. അതാണ് കോമഡി. ആദില, നൂറ, മസ്താനി, ലക്ഷ്മി ഇവരെല്ലാവരും അടുത്തിരുന്നിട്ട് അനീഷിനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പിരിയേറ്റിക്കൊണ്ടിരിക്കുകയാണ്. മസ്താനിയാണെങ്കിൽ നന്നായിട്ട് പറയുന്നുണ്ട്. കാരണം മസ്താനിക്കില്ല പുറത്തുനിന്ന് കളിയൊക്കെ കണ്ടു വന്നതുകൊണ്ട് തന്നെ കുറച്ച് ഉത്സാഹമുണ്ട്. ഇതിങ്ങനെ പറയണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരക്ഷരം അനങ്ങുവോ മിണ്ടുവോ ചെയ്യാതെ അനീഷ് അവിടെ ഒരു പ്രതിമയെ പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് പ്രതിമ സ്ട്രാറ്റജിയാണ്, ഇത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണെന്നൊക്കെ പറഞ്ഞ് ഈ സ്ട്രാറ്റജി മാറ്റി പിടിക്കുക എന്നൊക്കെ ഇങ്ങനെ മസ്താനി പറയുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടും അനങ്ങുന്നില്ല. പക്ഷെ എനിക്ക് വിഷമം തോന്നിയത് എന്താണെന്നറിയോ? ഈ പറഞ്ഞ ജിഷിൻ ഉൾപ്പെടെ പലരും അവരാ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് ഐറ്റം ഉണ്ടല്ലോ, അത് ഈ അനീഷിന് മാത്രം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അനീഷിന് കൊടുക്കണ്ട, അവനൊന്നും കൊടുക്കണ്ട. അതും പറയുന്നൊരു വാക്കൊക്കെ ഉണ്ട്. അത് ഈ അനീഷിനെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അനീഷിനെ വെറും പുച്ഛത്തോടെ കാണുന്ന ഒരാൾ കൂടിയാണ് ജിഷിൻ ഇന്ന് രാവിലെ തൊട്ടേ അനീഷിനെ അനാവശ്യമായിട്ട് ഇടന്ന് ചൊറിയാണ്. ഒരു ഗെയിം കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാന്യമായ സഭ്യമായ ഭാഷയിൽ അനീഷ് പറയുന്നുണ്ട്. തിരിച്ച് പക്ഷേ ആ ലെവലിലല്ല ഇവരാരും സംസാരിക്കുന്നത്. അപ്പൊ ആ മലരനൊന്നും കൊടുക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ജിഷിൻ. പക്ഷെ അനീഷ് അന്നേരവും മിണ്ടുന്നില്ല. എന്നാൽ ഇതിന്റെ ഇടയിൽ കൂടെ അനുമോള് പോയിട്ട് എല്ലാവരുടെ അടുത്തുനിന്നും അനുമോള് പോയി കഴിക്കുന്നുണ്ട്. എന്നിട്ട് അനീഷ് ഏട്ടന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അനീഷ് അവിടെയും മേടിക്കാനൊന്നും നിൽക്കുന്നില്ല. എല്ലാവരും ഒരു കൈ അകലത്തിൽ നിന്നാൽ മതി എന്നാണ് അനീഷ് പറയുന്നത്. അത് എത്ര കൂട്ടുകൂടാൻ വന്നാലും നമ്മൾ ഷാനവാസിനെ നമ്മൾ കാണാറുണ്ടല്ലോ, ആ ഷാനവാസിൻ്റെ അടുത്ത് പോലും പറയും ഒന്ന് മാറിയിരിക്കുകയെന്ന്. അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ ആദില ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അതായത് ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് കളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അനീഷാണ് അങ്ങോട്ട് പോയിട്ട് ഒരു കോംബോ ഉണ്ടാക്കണം, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഗ്രൂപ്പ് ഉണ്ടായി പോകുമോ എന്നുള്ള പേടിക്ക് ഇവർ രണ്ടുപേരും മാറുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദിലേക്ക് അറിയില്ല പുറത്ത് എത്രത്തോളം അനീഷ് ഷാനവാസ് കോംബോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്ന്. ഏതായാലും അനീഷിനും ഷാനവാസിനും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു നല്ല ഗിഫ്റ്റ് ആയിരിക്കും. ഇപ്പം ഉള്ള ഈ ഒരു ഗെയിം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. മുന്നോട്ട് പോകുമ്പോൾ അവരൊക്കെ എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. കുറച്ചും കൂടെ ഈ ഒരു 7ന്റെ പണിയൊക്കെ ഒന്ന് ആ ഒരു കടുപ്പത്തിലേക്ക് എത്തുമ്പം എന്താകുമെന്ന് പറയാൻ കഴിയില്ല. ഏതായാലും ഇപ്പൊ ലൈവിൽ നടക്കുന്ന ഈ ഒരു ചെറിയ വിശേഷങ്ങളാണ്. ഇനി ആ ബിഗ് ബോസ് പിടിച്ചിരുത്തിയ 2 പേരെ പറഞ്ഞു വിട്ടോ ഇല്ലയോ എന്ന് ഞാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് സീരിയൽ ഗ്രാൻഡ്മ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.